Then conceptual models. Next model is nursing model. Nursing focuses on the individual's response to potential or actual health problems. അതായത് നഴ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസൻറ്റിൽ ഉള്ള പ്രോബ്ലത്തിന് മാത്രമല്ല, പൊട്ടൻഷ്യൽ പ്രോബ്ലംസും ഇതെല്ലാം കണക്കെടുത്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു കെയർ ആസ്പെക്റ്റാണ് നഴ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നഴ്സിംഗ് we are giving importance for both actual health problem as well as potential health problems. Okay. And also in nursing model, human behaviors is viewed from a holistic perspective. അതായത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡയമെൻഷനിൽ നിന്നാണ് നഴ്സിങ്ങിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹെൽത്തിനെയും ഹെൽത്ത് പ്രോബ്ലംസിനെ എല്ലാത്തിനെയും അല്ലെങ്കിൽ ബിഹേവിയേഴ്സിനെ എല്ലാത്തിനെയും വ്യൂ ചെയ്യുന്നത്. ബിക്കോസ് ഇതിന് ഒരു ഡയമെൻഷൻ അല്ല, മൾട്ടി ഡയമെൻഷണൽ എന്നുള്ളൊരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് എല്ലാം കൂടി കമ്പൈൻ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്നുകൂടി നമുക്ക് പറയാൻ കഴിയും. ഓക്കെ. ദെൻ കമ്മിങ് ടു ദി അസംഷൻസ് ഓർ മേജർ കൺസെപ്റ്റ്സ് ഇൻ ദിസ് നഴ്സിംഗ് മോഡൽ. ഫസ്റ്റ് വൺ ഈസ് behavior is viewed on a continuum from health adaptive responses to maladaptive responses that indicate illness. അതായത് ഒരു ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം എന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ ആണ് ഉള്ളത്. അതിൻ്റെ ഒരു വൺ എൻഡിൽ ഇൽനെസ്സും ഒരു അതർ എൻഡിൽ ടു എക്സ്ട്രീംസ് ആണുള്ളത്. ഇൻ വൺ എക്സ്ട്രീം ദർ ഇസ് ഇൽനെസ് ആൻഡ് അതർ എക്സ്ട്രീമിൽ ഒരു എക്സ്ട്രീം വെൽനെസ് എന്നുള്ള രീതിയിലും നടുക്കുള്ള ഒരു പൊസിഷനെ നമുക്ക് ഒപ്റ്റിമം ആയിട്ടുള്ളൊരു പൊസിഷനിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ കഴിയും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പ്രീഡിസ്പോസ്ഡ് ടു റെസ്പോണ്ട് ടു ലൈഫ് ഇവൻറ്റ്സ് ഇൻ എ യുണീക്ക് വേ. അതായത് എല്ലാവരും ഇൻഡിവിജ്വൽസ് എല്ലാം യുണീക്ക് ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്. എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ദേ ഓൾസോ ഡിഫേഴ്സ് ഇൻ ദ വേ വിത്ത് വിച്ച് ദേ റെസ്പോണ്ട് ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഇൻ ദെയർ ലൈഫ്. ജീവിതത്തിലുണ്ടാകുന്ന പല സിറ്റുവേഷനിലും ഓരോരുത്തരും അവരുടേതായ ഒരു വേറിട്ട രീതിയിൽ യുണീക്ക് വേയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനെല്ലാം ആ ഒരു പ്രത്യേക രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നത് അവരുടെ ബയോളജിക്കൽ, സൈക്കോ സോഷ്യൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. Then next point is behavior is the result of combining the predisposing factors with precipitating stressors എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സർ ഉണ്ടാകുമ്പോൾ അവർ ബിഹേവ് ചെയ്യുന്ന രീതി ഓൾറെഡി പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അവരുടെ ബിഹേവിയർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ. Then stressors. Next point, a stressor that has primary impact on physiological functioning will also affect a person's psychological as well as socio-cultural aspect and vice versa എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് ഒരു വ്യക്തിയുടെ ഒരു ഫിസിയോളജിക്കൽ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്നൊരു സ്ട്രെസ്സർ കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെയും സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റിനെയും സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റിനെയും എല്ലായിടത്തും അവരെ അഫക്റ്റ് ചെയ്യും. അത് ഏത് ഇതായാൽ പോലും, അത് ബയോളജിക്കലിലാണ് നമ്മളിപ്പോൾ പറഞ്ഞൊരു ആസ്പെക്റ്റ്. ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും ബയോളജിക്കലായിട്ടും അഫക്റ്റ് ചെയ്യും, ആസ് വെൽ ആസ് സോഷ്യോ കൾച്ചറലായിട്ടും അഫക്റ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ മാൻ ഹൂ ഹാഡ് എ മയോകാർഡിയൽ ഇൻഫാക്ഷൻ may also become severely depressed because he fears he will lose his ability to work. അതായത് അവന് ജോലി ചെയ്യാനുള്ള ഒരു എബിലിറ്റി he will lose എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അവൻ അതിന് ഭയന്ന് അവൻ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. On the other hand, the patient who enters a psychiatric inpatient unit with major depression may be suffering from malnutrition and dehydration because of his refusal to eat or drink. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് നേഴ്സിംഗ് മോഡലിൽ ഉള്ളത്. ഓക്കെ.
ദെൻ വാട്ട് ഈസ് ഹെൽത്ത് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നഴ്സിംഗ് മോഡലിൽ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഫങ്ഷനിങ് ആണ്. അതായത് നമ്മുടെ കോണ്ടിന്യൂത്തിൽ ഒരു ഒപ്റ്റിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ഹെൽത്തി എന്നുള്ളൊരു കണ്ടീഷനിൽ പറയാം. അതിൽ കൂടുകയാണെങ്കിൽ വെൽനെസ് എന്നും കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇൽനെസ് എന്നും പറയാം. അപ്പോൾ ഇൽനെസ് എന്താണെന്നുള്ളതും അതിൽ നിന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ നഴ്സിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണെന്ന് പറയാം. വി ആർ ഗിവിങ് കെയർ ഫോർ ദി പേഷ്യൻറ്റ് ഇൻ എ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ പറയാം. അതുകൂടാതെ വി ആർ ഓൾസോ ഗിവിങ് കെയർ ഓർ ഇമ്പോർട്ടൻസ് ഫോർ ദി പൊട്ടൻഷ്യൽ ഹെൽത്ത് പ്രോബ്ലംസ് ഓൾസോ, ബിക്കോസ് വി ഹാവ് ടു പ്രിവെൻറ്റ് ദാറ്റ് പൊട്ടൻഷ്യൽ ഹെൽത്ത് പ്രോബ്ലംസ്. വി ആർ ഓൾസോ ഡിറൈവിങ് ഡയഗ്നോസിസ് അക്കോർഡിംഗ് ടു ആക്ച്വൽ ഹെൽത്ത് പ്രോബ്ലംസ് ആസ് വെൽ ആസ് പൊട്ടൻഷ്യൽ ഹെൽത്ത് പ്രോബ്ലംസ്. അതുകൂടാതെയുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചുമാണ് നഴ്സിങ്ങിലുള്ളത്. സോ ദാറ്റ് ദ പേഴ്സൺ ക്യാൻ ഫങ്ഷൻ അറ്റ് ദി മാക്സിമം എഫക്റ്റീവ്നെസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ദീസ് ആർ ദി മേജർ കൺസെപ്റ്റ്സ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ നഴ്സിംഗ് മോഡൽ. കൺസെപ്ച്വൽ മോഡലിൽ ഇനി ലാസ്റ്റായിട്ടുള്ള ഒരു മോഡലാണ് എക്സിസ്റ്റൻഷ്യൽ മോഡൽ എന്നുള്ള ഒരു മോഡൽ. അതായത് ദ എക്സിസ്റ്റൻഷ്യൽ മോഡൽ സെൻറ്റേഴ്സ് ഓൺ എ പേഴ്സൺസ് പ്രസൻറ്റ് എക്സ്പീരിയൻസ് റാദർ ദാൻ ഹിസ് പാസ്റ്റ് വൺ. അതായത് എക്സിസ്റ്റൻഷ്യൽ മോഡലിൽ ദ മേജർ എംഫസിസ് ഈസ് ഗിവൺ ടു പ്രസൻറ്റ് റാദർ ദാൻ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് പഴയ കാര്യങ്ങളിൽ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ പ്രസൻറ്റിലെ ജീവിക്കുക എന്ന് പേഷ്യൻറ്റിനെ മനസ്സിലാക്കുന്ന ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ഒരു അപ്രോച്ച്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് അവർ കൺസിഡർ ചെയ്യുന്നത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒപ്റ്റിമം ലെവലിൽ ഫങ്ഷൻ ചെയ്യുന്നവരെയാണ്, റാദർ ദാൻ they are worried about their past or they are always thinking about their past or worried about future എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. അതായത് പ്രസൻ്റ്ലി അവർ എത്രമാത്രം ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് ഹെൽത്തി എന്ന് പറയാം. ഇഫ് എ പേഴ്സൺ ഈസ് മച്ച് വെറീഡ് അബൌട്ട് ദെയർ പാസ്റ്റ് ആൻഡ് നോട്ട് ഏബിൾ ടു ലിവ് ഇൻ പ്രസൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി മെൻ്റലി അൺഹെൽത്തി എന്ന് പറയാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റായിട്ട് റിയാലിറ്റി തെറാപ്പി, ഗസ്റ്റാൾട്ട് തെറാപ്പി, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് തെറാപ്പീസൊക്കെ ഉണ്ട്, ലോഗോ തെറാപ്പി. ഇതെല്ലാം പേഷ്യൻറ്റിന് അവരുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനെ റിയലിസ്റ്റിക് വേയിൽ കാണുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നു, റാദർ ദാൻ തിങ്കിങ് അബൌട്ട് ദെയർ പാസ്റ്റ് ഓർ റിഗ്രറ്റിംഗ് അബൌട്ട് ദെയർ പാസ്റ്റ് എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ ഉള്ള തോട്ട്സ് എല്ലാം ഇപ്പോൾ പ്രസൻറ്റിനെ എങ്ങനെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ എങ്ങനെ പേഷ്യൻറ്റിനെ പഠിപ്പിക്കാം എന്നുള്ളതുമാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ മോഡൽ മെയിൻലി എംഫസിസ് ഓൺ ദ പ്രസൻറ്റ് റാദർ ദാൻ ഓൺ ദി പാസ്റ്റ് ഓർ ഫ്യൂച്ചർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയും.